എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിൽ മുതിർന്ന വൈദികനെ വിമതർ മർദ്ദിച്ച് തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയതും കോട്ടയത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തമ്മിൽ എന്താണ് ബന്ധം? ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനിടെ മുതിർന്ന വൈദികനായ ജോൺ തോട്ടപ്പുറത്തെ ചവിട്ടി തറയിലിട്ടത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വിശ്വസ്തനും കേരള കോൺഗ്രസ് നേതാവുമായ ബാബു ജോസഫിൻ്റെയും മകൻ്റെ നേതൃത്വത്തിലാണ്. ജോൺ തോട്ടപ്പുറം എന്ന വൈദികനെ നടുവിന് ചവിട്ടി നിലത്ത് വീഴ്ത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം വൈക്കം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഈ ബാബു. ഒരു വൈദികനോട് അതേ സഭയിലെ ഒരു വിശ്വാസി ഇത്ര നികൃഷ്ടമായി പ്രവർത്തിച്ചെങ്കിൽ മറ്റു വൈദികരുടെ അവസ്ഥ എന്താകുമെന്നാണ് ചോദ്യം. സഭയിലെ വൈദികർക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത തരത്തിലേക്ക് വിമതർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദികളാര്, പരിഹാരമെന്ത്? രൂപതയും സിനഡും തന്നെ പറയട്ടെ. ശനിയാഴ്ചയാണ് പള്ളിയിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത് ഫെബ്രുവരി 1 ശനിയാഴ്ച സഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായി അറിയപ്പെടുമെന്നാണ്. ബാബു ജോസഫിൻ്റെയും വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിൻ്റെയും നേതൃത്വത്തിലുള്ള വിമത സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് ആ മുതിർന്ന വൈദികരും മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥ വരെ എത്തി. കേരള കോൺഗ്രസ് നേതാവ് അൾത്താരയിൽ കയറി കാട്ടിക്കൂട്ടിയ അതിക്രമത്തിൽ കത്തോലിക്ക സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പരിശുദ്ധമായും പരിപാവനമായും കാണുന്ന ആ അൾത്താരിലേക്ക് പുരോഹിതനല്ലാത്ത ഒരാൾ അക്രമ പ്രവർത്തനങ്ങളുമായി കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയ്ക്കും നാണക്കേടാണ്, ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിക്ക് നാണക്കേട് തന്നെയാണ്. ബാബു ജോസഫിൻ്റെ അഴിഞ്ഞാട്ടം അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാണ്. ബാബു ജോസഫ് ദീർഘകാലം KM മാണി മന്ത്രിയായിരുന്നപ്പോൾ ഗൺമാനായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ജോസ് കെ മാണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്ന് വിരമിച്ച ബാബു ജോസഫിനെ ജോസ് കെ മാണി പാർട്ടിയുടെ ഗൺമാനാക്കിയത്. ഇപ്പോൾ കേരള കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജോസ് കെ മാണിയുടെ വലം കൈ. കുർബാന അർപ്പണത്തെ ചൊല്ലി നിലനിൽക്കുന്ന തർക്കത്തിൽ പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകളാണ് ഔദ്യോഗിക വിഭാഗത്തിൽ ഏറ്റവും ശക്തമായ നിലപാടുമായി മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഈ രൂപതകളുടെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രൂപതകളുടെ നിലപാടിനെ തള്ളുകയും ഏകീകൃത കുർബാന അർപ്പിക്കാനെത്തിയ വൈദികനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കേരള കോൺഗ്രസ് നേതാവിൻ്റെ നിലപാട് സഭയോടുള്ള വെല്ലുവിളിയായി രൂപതാ നേതൃത്വങ്ങൾ വിലയിരുത്തുന്നത്. സഭയുടെ അനിഷ്ടം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക. ശക്തി കേന്ദ്രങ്ങളായ പാലയിലും കടുത്തുരുത്തിയിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലുമൊക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഈ വിഷയം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം തട്ടകമായ പാല വിട്ട് ജന്മസ്ഥലമായ കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി ഈ 2026 സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നേരത്തെ ലഭിച്ച സൂചനകൾ. അങ്ങനെയാണെങ്കിൽ സഭയുടെ നിലപാട് കടുത്തുരുത്തിലടക്കം നിർണായകമാകും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.